Chapter 12 ഫിലോഡെൻഡ്രോൺ ഫിലോഡെൻഡ്രോൺ ചെടികൾ സാധാരണയായി കട്ടിങ്ങുകൾ ഉപയോഗിച്ചാണ് വളർത്തുന്നത്. ഇതിനായി ആരോഗ്യമുള്ള ഒരു ചെടിയുടെ തണ്ടിൽ നിന്ന് ഒരു ഇലയോടുകൂടിയ ഭാഗം മുറിച്ചെടുക്കുക. ഈ മുറിച്ചെടുത്ത ഭാഗം വെള്ളത്തിലോ മണ്ണിലോ നടാവുന്നതാണ്. വെള്ളത്തിലാണ് നടുന്നതെങ്കിൽ വേരുകൾ വന്നതിന് ശേഷം മണ്ണിലേക്ക് മാറ്റാം. മണ്ണിലാണ് നടുന്നതെങ്കിൽ ഈർപ്പം നിലനിർത്താൻ ശ്രദ്ധിക്കണം. വളപ്രയോഗം: ഫിലോഡെൻഡ്രോൺ ചെടികൾക്ക് വളർച്ചയുടെ സമയത്ത് മിതമായ വളം നൽകാം. ഇതിനായി ബാലൻസ്ഡ് ലിക്വിഡ് ഫെർട്ടിലൈസർ ഉപയോഗിക്കാവുന്നതാണ്. വളം അധികമായാൽ ഇലകൾ മഞ്ഞളിക്കാനും ചെടിക്ക് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. ലൈറ്റ് റിക്വയർമെന്റ്സ്: ഫിലോഡെൻഡ്രോൺ ചെടികൾക്ക് നല്ല വെളിച്ചം ആവശ്യമാണ്. എന്നാൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കണം. കിഴക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലുള്ള ജനാലകൾക്ക് സമീപം ഈ ചെടി വെക്കാവുന്നതാണ്. പെറ്റ് സേഫ്റ്റി: ഫിലോഡെൻഡ്രോൺ ചെടികൾ വളർത്തുമൃഗങ്ങൾക്ക് സുരക്ഷിതമല്ല. ഇതിൽ കാൽസ്യം ഓക്സലേറ്റ് പോലുള്ള വിഷവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇത് മൃഗങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഫിലോഡെൻഡ്രോൺ ഹെഡ്രേസിയം, ഫിലോഡെൻഡ്രോൺ ബിപിനിറ്റിഫിറം, ഫിലോഡെൻഡ്രോൺ എർബസെൻസ് എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. ഫിലോഡെൻഡ്രോൺ ചെടികൾ വീടിനുള്ളിൽ വളർത്തുന്നതുകൊണ്ട് പല ആരോഗ്യപരമായ ഗുണങ്ങളുമുണ്ട്. ഈ ചെടികൾ വായു ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഈർപ്പം നിലനിർത്താനും ഇത് സഹായിക്കുന്നു. ഇത് വരണ്ട ചർമ്മം, തൊണ്ടവേദന, വരണ്ട ചുമ കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ ഫിലോഡെൻഡ്രോൺ ചെടികൾക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ശ്രദ്ധയും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാനും കഴിയും. അതിനാൽ എല്ലാവരും വീട്ടിൽ ഫിലോഡെൻഡ്രോൺ എന്ന ചെടിയെ പരിപാലിക്കുന്നത് നല്ലതായിരിക്കും. ഇനി വേറെ ഏത് ചെടിയെക്കുറിച്ചാണ് നിങ്ങൾക്കറിയേണ്ടത്? Like, share, and subscribe. Thank you.